ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ചേട്ടൻ മലയ്ക്ക് പോയിട്ട് വന്നു, പ്രസാദമൊക്കെ കൊണ്ടുവന്നു. അതാ നമ്മുടെ പന്തലൊന്നും അഴിച്ച് മാറ്റിയില്ല കേട്ടോ. ഇന്ന് വൈകുന്നേരം വേണം പന്തലൊക്കെ ഒന്ന് അഴിച്ച് മാറ്റാനായിട്ട്. പന്തലൊക്കെ വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യമായിട്ട് തോന്നും കേട്ടോ. വീടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സ് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ഈ പന്തൽ അഴിച്ച് മാറ്റുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, പക്ഷെ എന്തായാലും അഴിച്ച് മാറ്റണമല്ലോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ടിപ്പ് താരൻ മാറാനുള്ള ഒരു അടിപൊളി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. 2-3 ദിവസമായിട്ട് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തലമുടി ഒന്നും ശ്രദ്ധിക്കാറ് പോലില്ലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ താരനുള്ളതാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു കേട്ടോ. മുടിയോട്ട് അങ്ങനെ നോക്കാറൊന്നുമില്ലായിരുന്നു. മുടി ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് മുടിയുടെ ഇവിടെ നമ്മുടെ ഇവിടെ തൊട്ട് തന്നെ മുടി ഇങ്ങനെ പറഞ്ഞു വരുമായിരുന്നു. ഭയങ്കര തല ചൊറിച്ചിൽ. അപ്പം ഞാൻ വെച്ച തലയിൽ നിന്ന് പേൻ കയറിയോ എന്നൊക്കെ വിചാരിച്ചിട്ടോ. അന്നേരമാണ് കണ്ണാടിയിലൊന്ന് മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് അറിഞ്ഞത് തലയിൽ അത്യാവശ്യം നല്ലവണ്ണം കേട്ടോ, നല്ലവണ്ണം താരം കയറിയിരിക്കുകയായിരുന്നു. മുടി ഇങ്ങനെ തൊടുമ്പോൾ തന്നെ താരനിങ്ങനെ പോവാട്ടോ. എനിക്കൊന്ന് ഈ കാലാവസ്ഥയുടെ ആയിരിക്കും. എനിക്ക് ഈ തണുപ്പ് കാലം വരുമ്പോൾ അങ്ങനെ ഉള്ളതാണ് താരന്. പക്ഷെ ഇത്രയും കൂടുതൽ ഞാൻ ആദ്യമായിട്ടോ കാണുന്നത്. എന്ത് ചെയ്തിട്ടായി താരം മാറുക നിങ്ങൾ ചിന്തിച്ചപ്പോഴാണ് ഞാനൊരു ടിപ്സ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വെച്ചിട്ടോ. ഒരു മുട്ടയുടെ വെള്ള ചേർത്തുള്ള ഒരു ടിപ്പാണിത്. സൂപ്പർ ടിപ്പാണ് കേട്ടോ. ഇത് ചെയ്തപ്പം ഒരു 75% ഇവിടെയൊക്കെ താരനിപ്പം മാറി. ഇന്നലെ ഞാൻ ചെയ്തു, ഇന്ന് ചെയ്തിപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്കിയപ്പോഴാണ് ഇവിടെ ഒന്നും ഇല്ല. അപ്പോൾ ചീപ്പും കൊണ്ട് ഇങ്ങനെ അങ്ങ് ഉരയ്ക്കുമ്പം സാധാരണ പൊടി പോലെ വരേണ്ടതാണ്. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. താരൻ ഒരു 75% മാറി. അപ്പോൾ താരം പോകാനുള്ള നല്ലൊരു ടിപ്സും കൂടിയാണ് കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുഖത്ത് വരുന്ന കരിവാളിപ്പ് മാറാനായിട്ട്. 2-3 ദിവസമായിട്ട് മുഖത്തൊന്നും കാര്യമായിട്ടൊന്നും തേക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കറ്റാർവാഴ ജെല്ലും തേനും ചേർത്തുള്ള ഫേസ് പാക്കൊക്കെ മുഖത്ത് തേക്കാറുള്ളതാണ്. അല്ലെങ്കിൽ കറ്റാർവാഴ ജെല്ല് തന്നെ മുഖത്ത് തേക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഞാൻ തേക്കാറില്ല. തിരക്ക് കാരണം അതും തേക്കുന്നില്ല. അപ്പം മുഖമൊക്കെ അത്യാവശ്യം ഒരു ഇതുപോലൊക്കെ വന്നിട്ടുണ്ട്. വെയിലത്ത് ഇറങ്ങി അങ്ങനെ നമ്മൾ നാച്ചുറൽ ടിപ്പല്ലേ ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ ഒരു ഇതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമുക്ക് നാച്ചുറൽ ടിപ്പ് എന്ന് പറയുമ്പം ആ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും. മുഖം നല്ല തെളിച്ചും നിറമൊക്കെ വയ്ക്കും. വെയിൽ കൊള്ളുമ്പോൾ വീണ്ടും നമ്മൾ പഴയ രീതി തന്നെ ആവും. അതാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ചെയ്യാറില്ലാത്തതുകൊണ്ട് മുഖമൊക്കെ അത്യാവശ്യം ഒരു ചെറുതായിട്ടൊരു കരിവാളിപ്പൊക്കെ ഉണ്ട്. വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി നിറമൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ഒരു അരിപ്പൊടി വെച്ചുള്ളൊരു ടിപ്പൊക്കെ ആയിട്ടൊക്കെയാണ് വന്നേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ താരം മാറാനുള്ളതും മുഖത്തുള്ള കരിവാളിപ്പ് മാറാനുള്ള ടിപ്സ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ചേട്ടൻ ഒളിഞ്ഞു നോക്കുവാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഓടിച്ച് വിട്ടതായിരുന്നു. ചേട്ടൻ ഒന്ന് പോയേ. താരം പോകാനുള്ള ആദ്യ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാക്കിലിട്ടങ്ങ് കിടക്കാവേ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, നമ്മൾ തലയിൽ താരനുണ്ടല്ലോ, ആ മുടി ഒന്ന് നല്ല വൃത്തി ഒന്ന് അഴിച്ചിട്ട് ജടയൊക്കെ നല്ല വൃത്തി ഒന്ന് കളഞ്ഞിട്ട് തലയിൽ ഇങ്ങനെ പൊറ്റു പിടിച്ചിരിക്കുന്ന ഈ താരന് ഞാൻ ഈ ചീപ്പ് എടുത്ത് ഇങ്ങനെ ഒന്ന് ഉരച്ച് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. അസഹ്യമായ ചൊറിച്ചിലാണ്. എനിക്ക് ഭ്രാന്ത് പിടിച്ചത്. എനിക്ക് ചൊറിച്ചിലായി ഒന്നൊന്ന് കുറഞ്ഞാൽ മതി എന്നൊരു പ്രാർത്ഥനയായിരുന്നു കേട്ടോ. അത്രയ്ക്കും താരൻ എൻ്റെ തലയിൽ കയറിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ താരൻ ഉണ്ടായി കാണാമായിരിക്കും. അത് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും ഇത്രയും കൂടി പോയത്. അപ്പം ഞാൻ ചീപ്പ് ഉപയോഗിച്ച് താരനൊക്കെ ഞാൻ ഇളക്കിയെടുത്തു. എന്നിട്ട് ചെയ്തത്, ഞാൻ കാച്ചെണ്ണയാണ് തേക്കുന്നത്. കാച്ചെണ്ണ കുറച്ച് പാത്രത്തിലെടുത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തു കേട്ടോ. ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഈ മുടിയൊക്കെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഒരു വേണമെങ്കിൽ നമുക്ക് പഞ്ഞിയിൽ മുക്കിയിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈവിരലായാലും മതി കേട്ടോ. ഞാൻ കൈവിരൽ കൊണ്ടാണ് എണ്ണ തലമുടിയിലെ തലയോട്ടിയിൽ തേച്ച് കൊടുത്തത്. ചെറുതായിട്ടൊന്ന് എണ്ണ ചൂടായതിന് ശേഷം തലയോട്ടി നിറച്ചും ഞാൻ അത്യാവശ്യം ഓയിൽ നല്ലോണം തേച്ച് കൊടുത്തു. ചെറിയ രീതിയിൽ മസാജും കൂടെ ചെയ്തു. എന്നിട്ടും തലയുടെ ചൊറിച്ചിലൊന്നും മാറുന്നില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു പാക്കാണ് തലമുടി ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് എടുക്കുന്നത് മുട്ടയുടെ വെള്ളയാണ് കേട്ടോ. ഒരു ഫുൾ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തായിരുന്നു. മഞ്ഞ എടുത്തില്ല, വെള്ള മാത്രം. സാധാരണ മുട്ടയുടെ വെള്ളം തല തേക്കുമ്പം എൻ്റെ മുടി അത്യാവശ്യം ഡ്രൈ ആവും കേട്ടോ. എനിക്കങ്ങനെ മുട്ടയുടെ വെള്ളം അങ്ങനെ പിടിക്കില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പം ഞാൻ മുട്ടയുടെ വെള്ളം എടുത്തായിരുന്നു. പിന്നെ വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാൻ ചെറുനാരങ്ങയുടെ നീരെടുത്തത് ഇത് കണ്ടോ, ഈ ഒരു ചെറിയ ചെറുനാരങ്ങയായിരുന്നേ. അതിൻ്റെ ഈ ഇത്രയും നീരെടുത്തത് എനിക്കൊന്ന് ഒരു ഇതിപ്പം
ഇത്രയും വേണ്ട കേട്ടോ, ഒരു 1/4 സ്പൂൺ മതി. 1/4 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, മുട്ടയുടെ വെള്ളയും 1/4 സ്പൂൺ ചെറുനാരങ്ങയുടെ നീര്. അതിൻ്റെ കൂടെ തന്നെ തൈരും കൂടെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ തൈരും കൂടെ അങ്ങ് നമ്മൾ ഈ പാക്ക് ചേർക്കുമ്പോൾ നമ്മുടെ മുടി അങ്ങനെ ഡ്രൈ ആവത്തില്ല കേട്ടോ, ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ വരും. അങ്ങനെ നല്ലവണ്ണം ഒരു 20 മിനിറ്റ് വരെ ഓയിൽ അങ്ങനെ തലമുടി തേച്ച് കൊടുത്തു. അതിനുശേഷം ഈ ഒരു പാക്കും കൂടെ തലമുടിയിലല്ല, തലയോട്ടിൽ നല്ലവണ്ണം ഇങ്ങനെ വകച്ചിലെടുത്ത്, തലയോട്ടിൽ എല്ലായിടത്തും വകച്ചിലെടുത്ത് മുമ്പിലും പുറകിലും ഇവിടെയൊക്കെ അങ്ങ് തേച്ച് കൊടുത്തു, നല്ലവണ്ണം തേച്ച് കൊടുത്തു. ഒപ്പം തന്നെ ചെറിയ രീതിയിൽ മസാജും കൂടെ അങ്ങ് ചെയ്ത് കൊടുത്തു കേട്ടോ. ചെയ്ത് കൊടുത്തിട്ട് 20 മിനിറ്റേ വെച്ചു. 20 മിനിറ്റ് പോലും വെച്ചില്ല ഞാൻ. ഒരു മുട്ടയുടെ വെള്ളയാകുമ്പോഴേ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് വലിയും കേട്ടോ. എനിക്ക് അങ്ങനെ 20 മിനിറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല മുട്ടയുടെ വെള്ള തലമുടിയിൽ. അതുകൊണ്ട് ഞാനൊരു 10-15 മിനിറ്റ് അതിനുള്ളിൽ തന്നെ മുടി ഞാൻ കഴുകിയായിരുന്നു. എന്നിട്ട് മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് തലമുടി ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ. അതിന് ശേഷം എൻ്റെ തലയിലെ ചോർച്ചിലും ഒക്കെ മാറി. കാരണം ഈ ചെറുനാരകയുടെ നീരുണ്ട്, അത്രയ്ക്ക് അടിപൊളിയാണ്. നമ്മുടെ തലയിലെ ഡാൻഡ്രഫ് മാറാൻ അടിപൊളിയാണ് സാധനമാണ് ചെറുനാരകയുടെ നീര്. നമുക്ക് ഡയറക്റ്റായിട്ട് തേക്കാൻ പാടില്ല. ഇത് നമ്മൾ സ്കിന്നിലാണെങ്കിലും തലമുടിയിലാണെങ്കിലും ഡയറക്റ്റായിട്ട് തേക്കാൻ പാടില്ല. ഒന്നുകിൽ നമുക്ക് വെളിച്ചെണ്ണയുടെ കൂടെ ചെറുനാരക നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ടിപ്പാണ്. അതെനിക്കറിയായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിളിച്ചത് വേണ്ട, നമുക്ക് മുട്ടയുടെ വെള്ളം എടുക്കാം. മുട്ടയുടെ വെള്ളം ഒരു പ്രോട്ടീൻ കൂടെയാണല്ലോ. അങ്ങനെ മുട്ടയുടെ വെള്ളം എടുത്ത്, ഒരു ഫുൾ മുട്ടയുടെ വെള്ളം എടുത്ത്, ഒരു 1/4 ടീസ്പൂൺ ചെറുനാരകയുടെ നീരെടുത്തു. പിന്നെ ഒരു സ്പൂണ് തൈരും കൂടി എടുത്തു കേട്ടോ. ഞാൻ കട്ട തൈരല്ല എടുത്തത്, ഇതുപോലെ കണ്ടോ ഒരു വെള്ളം പോലെ ഇരിക്കണ തൈരായിട്ട് എടുത്തേക്കണത്. എന്നാൽ എൻ്റെ മുടി അത്യാവശ്യം ഒരു ഓയിൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഷാമ്പൂട്ട് കഴുകിയാലും ഓയിലിൻ്റെ ഒരു എഫക്റ്റ് മുടിയിലും ഉണ്ടായിരുന്നു. അപ്പം എണ്ണ അത്യാവശ്യം തലമുടി തേച്ച് കൊടുത്തായിരുന്നു. എന്നിട്ടാണ് ഈ ഒരു പാക്കും കൂടി ഇട്ടത്. നല്ല വൃത്തി കഴുകി മൈൽഡ് ഷാമ്പൂ ഇട്ട് ഒന്നും കൂടി ഒന്ന് കഴുകിയെടുത്തു. എൻ്റെ തലമുടി ഒരു 75%, എനിക്കൊന്ന് 80% താരം പോയെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് ഈ ഭാഗത്തായിരുന്നു, എനിക്ക് ഇവിടെയായിരുന്നു താരം കൂടുതൽ. ഇവിടെയൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരുന്നു കേട്ടോ. ചൊറിച്ചിൻ്റെ ഒപ്പം തന്നെ മുടി ഫുള്ളായിട്ട് നമ്മൾ തൊടുമ്പോൾ മുടി ഇങ്ങനെ പറഞ്ഞു വരുവാ കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ മുടി ഇങ്ങനെ അങ്ങനൊന്നും പറയുന്ന മുടി അല്ലായിരുന്നു കേട്ടോ. ഇതെന്ത് പറ്റി, എൻ്റെ മുടിക്ക് എന്ത് പറ്റി? അങ്ങനെ നോക്കിയപ്പോഴാണ് മുടി ഇതിന് മാത്രം താരം തലയിൽ പിടിച്ചിരിക്കണേ ഞാൻ കണ്ടത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. എല്ലാവരും തലയിൽ ഇപ്പോൾ താരനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് സൂപ്പറാണ്, പരീക്ഷിച്ച് നോക്കുക. പിന്നെ മുട്ടയുടെ വെള്ളം നമ്മൾ തലമുടിയിൽ എല്ലാ ദിവസവും തേച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ പാക്ക് തേക്കുന്നില്ല, നാളെ ഈ ഒരു പാക്ക് തേക്കും കേട്ടോ. മുട്ടയുടെ വെള്ളയും തൈരും ചെറുനാരങ്ങ നീരും ഇതേപോലെ തന്നെ തേക്കും കേട്ടോ. അന്നേരം ഞാൻ ഇതേപോലെ തന്നെ എണ്ണ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തലമുടി തേച്ച് കൊടുക്കും. ഈ ഒരു പാക്ക് തേക്കും. അതിനുശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കഴുകിക്കളയും. സാധാരണ നമ്മൾ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ കണ്ടീഷണർ ഉപയോഗിച്ചില്ല. നിങ്ങൾ തേക്കുമ്പോൾ കണ്ടീഷണർ ഒന്നും ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ മുടിയുടെ അറ്റത്തൊക്കെ ഇങ്ങനെ വരണ്ട് പൊട്ടും കേട്ടോ, പ്രത്യേകിച്ച് ചുരുണ്ടുമുടിക്കാർ കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. എൻ്റെ തലയിൽ ഇപ്പം ചൊറിച്ചിലില്ല കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഫേസ് പാക്കും കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് മുടിയുടെ ആ കരിവാളിപ്പൊക്കെ മുഖത്തെ കരിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള നല്ലൊരു പാക്കാണിത്. അതിനായിട്ട് ഞാൻ എടുത്തേക്കണത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുനാരങ്ങ നിങ്ങൾ എന്തായാലും കണ്ടല്ലേ, ചെറുനാരങ്ങ വേണം കേട്ടോ. പിന്നെ വേണ്ടത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് തൈരാണ്. തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ വെള്ളം പോലെ ഇരിക്കും തൈരാണ്. ഇപ്പം തൈര് സാധാരണ തേക്കുമ്പോൾ മുഖത്ത് എണ്ണമയം പോലെ ഉണ്ടല്ലോ, തേക്കാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലത്തെ തൈര് എടുത്തോളൂ കേട്ടോ. വെള്ളം പോലെ തൈരിന് ഒരു കുഴപ്പമില്ല കേട്ടോ. തൈരിനെല്ലാം ഒരേ ഗുണം തന്നെയാണ്. ഇപ്പോൾ കട്ടിയുള്ള തൈരും വെള്ളം പോലെ ഇരിക്കുന്ന തൈരിനെല്ലാം ഒരേ ഗുണം തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ചെറുനാരങ്ങ നീര് നമുക്ക് കുറച്ച് ചേർത്താൽ മതിയേ. അത്ര മതി കേട്ടോ. കുറച്ചും കൂടെ തൈര് ഒഴിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാൻ ഒരു ചെറിയൊരു പാക്കറ്റ് എടുത്തുള്ളൂ. അരിപ്പൊടി 1 സ്പൂൺ അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. തൈര് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം, കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീര് ഒരു 5-6 തുള്ളി ചെറുനാരങ്ങയുടെ നീര് മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീം കളറുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇത് കരിവാളിപ്പ് മാറാൻ നല്ലതാണ്, സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു പാക്ക് തേച്ചുകൊണ്ട് തന്നെ വെയിലത്തൊന്നും പോകരുത്, നമ്മുടെ സ്കിന്ന് പഴയ രീതിയിൽ തന്നെ ആകും. അപ്പോൾ ഏറ്റവും നല്ലത് വൈകുന്നേരങ്ങളിൽ തേക്കുന്നതാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം അല്ല തേക്കുന്നത്, ഉച്ചയ്ക്കാണ് തേക്കുന്നത്. നിങ്ങൾ തേക്കുമ്പോൾ വൈകുന്നേരങ്ങൾ തേച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഇത്തിരി നേരം വിശ്രമത്തിലേക്ക് വെച്ചതിന് ശേഷം പാക്ക് തേക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. അപ്പോൾ ഞാനൊന്നും റെസ്റ്റിനൊന്നും വയ്ക്കുന്നില്ല കേട്ടോ, ഞാൻ നേരിട്ട് തന്നെ തേക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ തേനൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. തൈരിന് പകരം നിങ്ങൾക്ക് തക്കാളിയുടെ നീരെടുത്താലും സൂപ്പറായിരിക്കും കേട്ടോ. തൈര് എടുക്കുമ്പോൾ ഇച്ചിരി കൂടെ നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടാവുമല്ലോ, അതാണ് ഞാൻ തൈരെടുത്തത്. പാക്കണ്ട മുടിയിലെ കാര്യമാണെങ്കിലും മുഖത്തിൻ്റെ കാര്യമാണെങ്കിലും തിരക്ക് കയറുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധിക്കില്ല കേട്ടോ. അതിൻ്റെ ഇപ്പം നല്ലവണ്ണം എനിക്ക് മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. വെയിലത്ത് ഇറങ്ങണമെന്നൊന്നും ഇല്ല കേട്ടോ, നല്ല ചൂടാണ്. രാവിലെയാണ് നല്ല തണുപ്പ്. കട്ടിയിൽ അങ്ങ് തേച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കഴുത്തിൽ തേക്കുന്നില്ല, കഴുത്തിൽ തേച്ചാൽ ഡ്രസ്സിലൊക്കെ ആവും. ഞാൻ മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ചിക്കൻ കറി വെക്കാനായിട്ട് ഞാൻ ചേട്ടായിനെ ഏൽപ്പിച്ചേക്കുവാണ്. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം അധികം ചേട്ടായി തന്നെയാണ് കേട്ടോ കറികളൊക്കെ വെക്കും. ഞങ്ങൾക്ക് അതാ ഇഷ്ടം. എല്ലാത്തിനൊന്ന് സഹായിക്കാനായിട്ടൊന്ന് അരിഞ്ഞു വറക്കാനും സംസാരിക്കാനൊക്കെ ഇരുന്നാൽ മതി കേട്ടോ. ഇന്ന് ഞാൻ സംസാരിപ്പിക്കാനായിട്ട് കുഞ്ഞാറ്റനാട്ടോ അടുത്തിരുത്തേക്കുന്നത്, അതുകൊണ്ട് ചേട്ടായി കറിയൊക്കെ വെച്ചോളൂ. എന്താ കട്ടിയിലങ്ങ് തേച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ടിയിലങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ. ഒപ്പം തന്നെ എന്താ ഇതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുവേ. കരുവാളിപ്പൊക്കെ നല്ലോണം കുറയും കേട്ടോ. നിറം വയ്ക്കാനൊക്കെ അടിപൊളിയാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണം കേട്ടോ, അങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് നമുക്ക് കിട്ടുമല്ലേ. നെറ്റിലൊക്കെ അത്യാവശ്യം കരിവാളിപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുരുക്കളൊക്കെ വന്നിട്ടേ ആകെ എന്തെല്ലോ ആയിട്ടുണ്ട്. താരന് ഇത്ര പെട്ടെന്ന് കൂടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എൻ്റെ തല ഇങ്ങനെ താരം പണ്ട് വന്നിട്ട് എൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയത് ഓർമ്മയുണ്ട്. അതാണ് ഞാൻ വേഗം താരം പോകാനുള്ള ടിപ്പ് ആദ്യം ചെയ്തത്. നല്ലവണ്ണം മസാജൊക്കെ ചെയ്തു. ഇനി നമുക്ക് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാവേ, എന്നിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ. ഒരു 15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം ഞാനിതാ മുഖം നല്ല വറുത്തിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. മുഖത്തുള്ള കരിവാളിപ്പൊക്കെ നല്ലവണ്ണം അങ്ങ് മാറിയിട്ടുണ്ട്. പിന്നെ മുഖം നല്ല നിറം വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ ഇത്. പിന്നെ ഞാൻ കട്ട തൈരല്ല എടുത്തത്, ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന തൈരാണ്. അതുകൊണ്ട് തന്നെ മുഖത്ത് അങ്ങനെ എണ്ണമയം പോലെ പിടിച്ചിരിക്കില്ല കേട്ടോ. എൻ്റെ ഓയിൽ സ്കിന്നാണ്, പക്ഷേ എനിക്ക് തൈര് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിറം വയ്ക്കാൻ അടിപൊളി സാധനമാണ് തൈര്. പക്ഷെ നമ്മൾ തൈര് തേക്കുമ്പം ഓയിലായിട്ട് തോന്നും. അതുകൊണ്ടാണ് അധികം ആൾക്കാരും, പ്രത്യേകിച്ച് ഓയിൽ സ്കിന്നുകാർ, തൈര് മാറ്റി വെക്കണം കേട്ടോ. ഇതേ രീതിയിൽ തൈര് എടുക്കുകയാണെങ്കിൽ, അതായത് കട്ട തൈര് മാറ്റിയിട്ട് ഇത്തിരി വെള്ളം പോലെ ഇരിക്കുന്ന തൈര് എടുക്കുകയാണെങ്കിൽ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും, എണ്ണമയം അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആട്ടോ. പിന്നെ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ പാക്ക് തേക്കുവാണെങ്കിൽ നിങ്ങളൊരു സൺസ്ക്ലോഷനൊക്കെ തേക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഈ ഒരു പാക്കൊക്കെ ഇട്ട് നമ്മൾ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കരിവാളിക്കും കേട്ടോ. കാരണം നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയല്ലേ. അപ്പോഴത്തേക്കും വെയിലൊക്കെ കൊള്ളുമ്പോഴത്തേക്കും എന്തായാലും കരിവാളിപ്പൊക്കെ ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വൈകുന്നേരം തേക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഓരോ ദിവസം ഇടവിട്ട് തേക്കാം കേട്ടോ. എല്ലാ ദിവസവും തേക്കണം തേച്ചാൽ കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള പൊടി എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ല. തരിതരിയുള്ള അരിപ്പൊടി എടുക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ തേച്ച് ഇങ്ങനെ മസാജൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് സ്കിന്നിന് കിട്ടുമല്ലോ. അതുകൊണ്ട് എല്ലാ ദിവസവും തേക്കണ്ട. അരിപ്പൊടി നല്ല നൈസായിട്ട് നല്ല പൊടി ഇരിക്കണ അരിപ്പൊടിയാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾ എല്ലാ ദിവസവും തേച്ചോ. പക്ഷേ ഇങ്ങനെ തരിതരിയുള്ള അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ട് തേച്ചാൽ മതി കേട്ടോ. കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും, ബ്രൈറ്റ് ആവുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ താരം മാറാനുള്ള അടിപൊളി ടിപ്പ് നേരത്തെ പറഞ്ഞത് തന്നെ പോലെ തന്നെ ചെയ്യാം കേട്ടോ. മുട്ടയുടെ വെള്ള തേനല്ല തൈര്, ചെറുനാരങ്ങയുടെ നീര്, അത് അടിപൊളി ഒരു
ടിപ്പാണ് കേട്ടോ. അത് താരം മാറാൻ അടിപൊളിയാണ്. എൻ്റെ തലയും താരനൊക്കെ 3/4 ഭാഗത്തോളം മാറിയിട്ടുണ്ട്. എന്നാലും കുഞ്ഞാറ്റ് പറഞ്ഞു അവിടെയൊക്കെ ഇച്ചിരി പൊടികളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നാളെ ഞാൻ ഒന്നും കൂടി ആ പാക്ക് തേക്കും കേട്ടോ. അപ്പം ശരിക്കും കറക്റ്റ് നന്നായിട്ട് മാറുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.